പൃഥ്വിരാജ് ഓരോ ദിവസവും വന്ന് ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ തള്ളി മറക്കുകയാണ്. 200 കോടി കവിഞ്ഞു, 150 കോടി കവിഞ്ഞു, 132 കോടി കവിഞ്ഞു, ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത കോടികളുടെ കലക്കല്ലാണ് എമ്പുരാൻ കളിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത്, അതിന് നിങ്ങൾ പൈസ മുടക്കി, നിങ്ങൾ സിനിമ എടുത്തു, നിങ്ങൾക്ക് വേണ്ടത് അതിൽ കുത്തിക്കയറ്റി, നിങ്ങളൊരു വിഭാഗത്തെ എന്താ പറയുക മുറിവേൽപ്പിച്ചു, വേദനിപ്പിച്ചു, ഒരു വിഭാഗത്തെ നിങ്ങൾ സുഖിപ്പിച്ചു, അതിന് നിങ്ങളൊരു സിനിമ എടുത്ത് കുറേ അജണ്ടകൾ നടപ്പിലാക്കി, ആർക്കും എന്താ പറയുക ഏറ്റെടുക്കാൻ പറ്റാത്ത രീതിയിൽ ആ സിനിമയെ തകർത്ത് തരിപ്പണമാക്കി. ആദ്യം 17 വെട്ട്, പിന്നീട് 24 വെട്ടിലേക്ക് പോയി. ഇനി സിനിമ മുഴുവനായിട്ട് നിരോധിക്കണോ എന്നുള്ള ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നു. വിതരണക്കാരനായ ലൈക്ക പിന്മാറിയതിനു ശേഷം വന്ന ഗോകുലം ഗോപാലിന് ED ഇരുത്തുന്നത് പോലും ഇല്ല എന്നാണ് അറിയുന്നത്. ഓടി നടന്നാണ് ചോദ്യം ചെയ്യലെന്നാണ് അറിയുന്നത്. ഇന്നലെയും 6 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഇന്നും വിളിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയുന്ന അതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. അദ്ദേഹത്തിന്റെ എല്ലാ ഓഫീസുകളിലും, കൊച്ചി, കോഴിക്കോട്, ചെന്നൈ തുടങ്ങിയ എല്ലാ ഓഫീസുകളിലും ED കയറി ഇറങ്ങി എന്താ പറയുക തെളിവെടുപ്പ് അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നു എന്നാണ് പറയുന്നത്. 1100 കോടിയുടെ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് 1.5 കോടിയുടെ പിന്നെ കണക്കിൽപ്പെടാത്ത പണം അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുത്തു എന്നും പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഓഫീസുകൾ അടക്കം നിന്ന്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുകയാണ്. പിന്നെ എന്തിനാണ് നാട്ടുകാരെ കാണിക്കാൻ ഈ തള്ളി മറിച്ചിലുമായി നിങ്ങൾ വരുന്നത് എന്നുള്ളത് അമ്മച്ചിയാണ് സത്യം. ഇപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എമ്പുരാൻ ജനങ്ങൾക്ക് സമ്മാനിച്ചത്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനിച്ചത് എന്താണ് എന്നുള്ളത് നന്നായി അറിയാം. കാരണം എമ്പുരാനിൽ പറയുന്ന പ്രമേയം, കഥാതന്തു എന്ന് പറയുന്നത് കുറെ പേർക്ക് ദഹിക്കാത്ത കാര്യങ്ങളാണ്. കുറെ പേർ മറന്ന്, കുറെ പേർ പറഞ്ഞ് പഴകിച്ച്, കുറെ പേരെ വേദനിപ്പിച്ച, കുറെ പേരെ പീഡിപ്പിച്ച, കുറെ പേരെ സങ്കടപ്പെടുത്തിയ, കുറെ പേരെ അധിക്ഷേപത്തിന്റെയും പരിഹാസത്തിന്റെയും അപമാനത്തിന്റെയും വാക്കുകൾ ഏൽപ്പിച്ച, ചെയ്യാത്ത തെറ്റിന് പലപ്പോഴും മുറിവേൽക്കേണ്ടി വന്ന പലരുടെയും വേദനയുടെ ഒരു ചിത്രം. അതാണ് ഗോദ്ര കലാപം. ആ ഗോദ്ര നിങ്ങൾ എന്തിന് കാണിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും മറുപടി പറയുന്നില്ല. അപ്പോൾ ആന്റണി പെരുമ്പാവൂർ പോസ്റ്റ് ഇട്ടിരിക്കുന്നു, എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന്. ഒന്നും ഓക്കെ അല്ല പെരുമ്പാവൂരെ. കാരണം ആദായനികുതി വകുപ്പിന് നോട്ടീസ് വരുന്നു, ഗോകുലം ഗോപാലൻ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നു, പൃഥ്വിരാജിന് നോട്ടീസ് വന്നു, മോഹൻലാലിന് കൊടുത്ത പ്രതിഫലം എത്രയാണെന്ന് ചോദിച്ച് നോട്ടീസ് വരുന്നു. അപ്പോൾ നിങ്ങൾ ഈ തള്ളി മറിക്കുന്നത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് പ്രയോജനം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് 2-3 കമന്റ് വായിച്ചു പോകണം. ഉമാ രാജേഷ് എന്ന് പറയുന്ന ഒരാളിട്ട കമന്റ്, ഇതിപ്പോ നാട്ടുകാരോട് എന്തിനു പറയുന്നു, കിട്ടുന്നത് മേടിച്ച് അടുത്ത കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്ക്. വർഷങ്ങളായി തിയേറ്ററിൽ പോയിട്ട് ലൂസിഫർ ഓർത്ത് ഇതിനു പോയി, ഇനി ഒരു പടവും കാണാൻ തിയേറ്ററിലേക്കില്ല, ലാലേട്ടൻ്റെത് പ്രത്യേകിച്ച്. അതിനുശേഷം ആന്റണി പെരുമ്പാവൂരിട്ട പോസ്റ്റാണ്, എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന് ചോദിച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂരിട്ട പോസ്റ്റാണ് നേരത്തെ പറഞ്ഞത്. എന്നും എപ്പോഴും ലാലേട്ടനോടൊപ്പം സ്നേഹപൂർവ്വം മുരളി ഗോപിക്കും എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന് പൃഥ്വിയോടും. എമ്പുരാൻ താരങ്ങൾക്കൊപ്പമുള്ള ചിത്രവും ക്യാപ്ഷനും ഒക്കെ പങ്കുവച്ചുകൊണ്ടാണ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോ ചിത്രത്തിന്റെ നിർമ്മാതാവും ആന്റണി പെരുമ്പാവൂരാണ്. സൈബർ ഇടങ്ങളിലൊക്കെ ചർച്ചയാവുന്നത്. കാരണം മോഹൻലാലിന് കൊടുത്ത പ്രതിഫലം എത്രയാണ് എന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ആദായനികുതി വകുപ്പിന്റെ ഒരു നോട്ടീസ് ആന്റണി പെരുമ്പാവൂരിനും കിട്ടിയിട്ടുണ്ട്. മോഹൻലാലിനും ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജിനും തിരക്കഥാകൃത്ത് മുരളി ഗോപിക്കും ഒപ്പമുള്ള ചിത്രങ്ങളാണ് ആന്റണി പങ്കുവച്ചിരിക്കുന്നത്. സ്നേഹപൂർവ്വം എന്നാണ് മുരളി ഗോപിക്കുമുള്ള ഒപ്പമുള്ള പോസ്റ്റിന് ആന്റണിയുടെ ക്യാപ്ഷൻ. ആന്റണി പെരുമ്പാവൂരിന്റെ പുതിയ പോസ്റ്റിന് വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത്. എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന ക്യാപ്ഷനോടെയായിരുന്നു ആന്റണി പൃഥ്വിക്കൊപ്പമുള്ള പോസ്റ്റ് പങ്കുവച്ചത്. എന്നും എപ്പോഴും എന്ന കുറിപ്പോടെ തൊട്ടു പിന്നാലെ മോഹൻലാലിനൊപ്പമുള്ള ചിത്രവും ആന്റണി പോസ്റ്റ് ചെയ്തു. ഇതിനുശേഷമാണ് മുരളി ഗോപിക്കൊപ്പമുള്ള ചിത്രം ആന്റണി പങ്കുവച്ചിരിക്കുന്നത്. ഇൻഡസ്ട്രി ഹിറ്റ് എന്ന ലേബൽ കഴിഞ്ഞ ദിവസം തന്നെ എമ്പുരാൻ സ്വന്തം പേരിലാക്കിയിരുന്നു. മഞ്ഞുമൽ ബോയ്സ് 72 ദിവസം കൊണ്ട് നേടിയ 241 കോടി നേട്ടത്തെയാണ് വെറും 10 ദിവസം കൊണ്ട് എമ്പുരാൻ മറികടന്നതെന്നാണ് എമ്പുരാൻ ടീമിന്റെ അവകാശവാദം. വിഷു റിലീസുകൾ വന്നാലും തേരോട്ടം മന്ദഗതിയിലാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇന്ത്യക്ക് പുറത്തും സിനിമ വലിയ മികച്ച നേട്ടമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിൽ സത്യാവസ്ഥയും കണക്കുകളൊക്കെ നിരത്തി പലരും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്.
ചാവ എന്ന് പറയുന്ന സിനിമ വലിയ വിജയം നേടിയ സിനിമയാണ്. ആ സിനിമ പോലും കേരളത്തിന് പുറത്ത് 40 കോടിയെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഈ സിനിമ 132 കോടി എങ്ങനെയാണ് കേരളത്തിന് പുറത്ത് നിന്ന് കളക്ട് ചെയ്തത് എന്നുള്ള ഒരു വലിയ ചോദ്യം. അതിന്റെ തെളിവുകൾ കൃത്യമായി ഈ സംഘത്തിന് പുറത്തുവിടാൻ കഴിയുമോ എന്നൊക്കെ പലരും വെല്ലുവിളിയുമായി ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം 80 കോടിയുടെ കളക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് പോസ്റ്റ് ഇടുന്നത്. എന്തായാലും എമ്പുരാൻ വിവാദങ്ങൾ അടങ്ങുന്നില്ല, അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദേശവിരുദ്ധമായ കാര്യങ്ങൾ കുത്തി നിറച്ചത് എന്തിന് എന്നുള്ള ചോദ്യം. നമ്മളൊക്കെ ലൂസിഫറിന് ശേഷം എമ്പുരാന് വേണ്ടി കാത്തിരുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ നിന്ന് എബ്രാം ഖുറേഷിയിലേക്കുള്ള മോഹൻലാലിന്റെ പരിവർത്തനം എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു തരത്തിലേക്ക് എത്തിയത് എന്നുള്ളത് അറിയാനാണ് നമ്മളൊക്കെ എമ്പുരാൻ 6 വർഷം നമ്മളിങ്ങനെ കാത്തിരുന്നത്. പക്ഷേ 6 വർഷത്തിന് ശേഷം സിനിമ പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് എന്താണ്? സിനിമ പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് മുഴുവൻ ദേശവിരുദ്ധമായ കാര്യങ്ങളാണ്. എന്താ പറയുക, ഈ ലക്ഷറി തൊയ്ബ പോലുള്ള തീവ്രവാദ സംഘടനകളിലെ ആളുകളുടെ പേരുകൾ ഇടുന്നു. സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ഒരു തീവ്രവാദിയുടെ പേരിട്ടുകൊണ്ട് പൃഥ്വിരാജ് രംഗത്തെത്തുന്നു. പിന്നീട് ഗോദ്ര കലാപം വരുന്നു. ഗോദ്ര കലാപമൊക്കെയുമായി ബന്ധപ്പെട്ട അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ വലിയ വിമർശനങ്ങൾ നേരിട്ട കാര്യങ്ങളാണ്. അതിൽ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല, പറഞ്ഞു പഴകിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ വീണ്ടും എന്തിനാണ് ഇവർ ആ സിനിമയിലേക്ക് കുത്തി കയറ്റിയത് എന്നുള്ള ചോദ്യമാണ് വീണ്ടും വീണ്ടും എല്ലാവരും ഉയർത്തിയിരുന്നത്. ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം പറയാൻ തിരക്കഥ എഴുതിയ മുരളി ഗോപിക്കോ സംവിധാനം ചെയ്ത പൃഥ്വിരാജിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. മോഹൻലാൽ മാത്രം ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തി. പിന്നീട് മേജർ രവി പറഞ്ഞു മോഹൻലാൽ പ്രിവ്യൂ ഷോ കണ്ടിട്ടില്ല, മോഹൻലാൽ അങ്ങനെ പ്രിവ്യൂ ഷോ കാണുന്ന ആളല്ല, സംവിധായകൻ എപ്പോൾ വേണമെങ്കിലും അല്ലെങ്കിൽ തിരക്കഥാകൃത്തിന് എപ്പോൾ വേണമെങ്കിലും അതിൽ മാറ്റങ്ങൾ വരുത്താം, മോഹൻലാൽ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്ന്. പക്ഷെ പിന്നീട് തൊട്ടടുത്ത ദിവസം തന്നെ ആന്റണി പെരുമ്പാവൂർ വന്ന് പറഞ്ഞു മോഹൻലാൽ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചത്. അപ്പോൾ ദേശവിരുദ്ധമായ സിനിമകളിൽ അറിഞ്ഞുകൊണ്ട് മോഹൻലാൽ അഭിനയിച്ചോ എന്ന് മോഹൻലാൽ ആരാധകരടക്കം ചോദ്യമുനകളുമായി രംഗത്തെത്തി. അങ്ങനെയാണ് ആലപ്പുഴയിലെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ സെക്രട്ടറി രാജിവെച്ചൊക്കെ പോയത്. പിന്നീട് വലിയ ചർച്ചകളൊക്കെ ആയിരുന്നു. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന് തന്നെ വലിയ എതിർപ്പുണ്ടായി എന്നൊക്കെയുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വന്നു. അപ്പോൾ ആ തരത്തിൽ ഈ കീർത്തി ചക്രയും കർമ്മയോദ്ധ പോലെയുള്ള ദേശസ്നേഹമായ സിനിമകൾ ചെയ്ത, സൈനികരോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടവും അടുപ്പവും ഒക്കെ തോന്നുന്ന സിനിമകൾ ചെയ്ത മോഹൻലാലിന് എങ്ങനെയാണ് ഇത്തരം സിനിമകൾ അല്ലെങ്കിൽ ഇത്തരം സിനിമകളിൽ ദേശവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന സിനിമകളിൽ ഒരു വിഭാഗത്തെ, ഹിന്ദുക്കളെ മാത്രം ഇങ്ങനെ കുത്തി നോവിക്കുന്ന സിനിമകളിൽ അഭിനയിക്കാൻ, കുറച്ച് ആളുകളെ സൂപ്പിക്കാനായി ഇത്തരം സിനിമകളിൽ അഭിനയിക്കാൻ കഴിഞ്ഞത്? അദ്ദേഹത്തിന് കേണൽ പദവി തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോഴാണ് ആന്റണി പെരുമ്പാവൂർ പുതിയ പോസ്റ്റുമായി രംഗത്തെത്തുന്നത്. എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന് ചോദിച്ചുകൊണ്ട്. ഒന്നും ഓക്കെ അല്ല, എല്ലാം പഴയപടി തന്നെയാണ്. കാരണം കാര്യങ്ങളൊന്നും കൃത്യവും വ്യക്തവുമല്ല എമ്പുരാനിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.